ഹായ് ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് കലാഭവൻ മണിയുടെ വീടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇതാ എൻ്റെ ബാക്കിൽ കാണുന്ന വീടാണ് കലാഭവൻ മണിയുടെ വീടെന്ന് പറയുന്നത്. കാണിച്ചു തരാം. മേലെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, നലേ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു സൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിൽ. അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം കലാഭവൻ മണി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം. ഇതിനോട് ചേർന്ന് തന്നെയാണ് കലാഭവൻ മണിയുടെ വീടുള്ളത്. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അന്തരിച്ചുപോയ മണിയുടെ വീട്. മണിക്കൂടാരം, മണിയുടെ പ്രിയപ്പെട്ട മണിക്കൂടാരം. ഇന്നീ മണിക്കൂടാരത്തിൽ മണി മാത്രമില്ല. കണ്ടോ, അന്തരിച്ചുപോയ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ പ്രിയപ്പെട്ട മണിക്കൂടാരം. ഇന്ന് ഈ മണിക്കൂടാരത്തിൽ താമസിക്കാൻ മണി മാത്രമില്ല എന്നോർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. മണിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മരം കണ്ടോ, ഈ മരത്തിൽ നിന്ന് വീണ ഒരു പൂവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലടാ. അതേ ഇതൊക്കെ പ്രത്യേകതരം വലിയ വാസനയൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു മണമുണ്ട്, കുഴപ്പമില്ലാത്ത മണമാണ്, അടിപൊളി മണമാണ്, നല്ല രസമില്ലേ. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ വീണെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മരം കാണിച്ചു തരാം. ഈ മരത്തിൽ നിന്നാണ് വീണത്. കണ്ട, ഒരു റോസാപ്പൂവിൻ്റെ അത്ര ഉണ്ട്, പക്ഷെ ഇതൊരു മരത്തുമ്മ ഉണ്ടാവണതാണ്. ഇതെന്താണ് പൂവ് അല്ലെങ്കിൽ ഇതെന്താണ് മരം എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അടിപൊളി പൂവാണ്, ഒരു വലിയൊരു റോസ് ഫ്ലവറിൻ്റെ അത്ര ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. ഞാൻ രണ്ടെണ്ണം എടുക്കാണ്, വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അവിടെ ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആരോ താമസമുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. പൊടി പിടിച്ച് കിടക്കുമെന്നല്ല, നല്ലോണം വൃത്തിയൊക്കെ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സിറ്റൗട്ടിൽ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരോ താമസമുണ്ട്. മേ ബി ചിലപ്പം വീട്ടുകാരായിരിക്കാം, അറിയില്ല. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിയുടെ മണിക്കൂടാരം. മണി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഈ പൂവും കൂടി ഞാനിങ്ങ് എടുക്കുക, 3 പൂവും ഞാനിങ്ങ് എടുക്കുക. അപ്പോൾ ഇതാ മണിയുടെ പ്രിയപ്പെട്ട മണിക്കൂടാരം. നല്ല നട്ടാപ്ര വെയിലാണ്. ഇവിടെ ഒരു മരം പോലും ഇല്ല. പണ്ട് വന്നപ്പോൾ ഇവിടെ മരം ഉണ്ടായിരുന്നു, പക്ഷെ മരമൊക്കെ വെട്ടിയെന്ന് തോന്നുന്നുണ്ട്. കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ മണിക്കൂടാരത്തിൻ്റെ തൊട്ടിപ്പുറത്ത് മണി വിശ്രമിക്കുന്നുണ്ട്.
മണിയെല്ലാം കാണുന്നുണ്ട്, മണിയെല്ലാം അറിയുന്നുണ്ട്. മണിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആൾ താമസമുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കുറച്ച് പൊടി പിടിച്ചൊക്കെ ആയിരുന്നു കിടന്നത്. ആണ് നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ മണിക്കൂടാരം. തൊട്ടടുത്ത് തന്നെ മണി ഉറങ്ങുന്നുണ്ട്. അപ്പോൾ കലാഭവൻ മണിയുടെ വീട് ഇപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടിയുള്ള കൗതുകമാണ് നമ്മളെ ചാലക്കുടി കൊണ്ടുവന്നെത്തിച്ചത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഫ്ലവർ ഉണ്ടോ, ഇതെന്ത് ഫ്ലവറാണ്, എന്ത് തരം മരമാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാനിത് ഇങ്ങനെ എടുക്കുക എന്നും പറഞ്ഞ് ഞാൻ 3 പൂ വഴിയിൽ നിന്ന് പെറുക്കിയെടുത്തിട്ടുണ്ട്. എന്തരാവോ എന്തരോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.